നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഈ വാരവും കണ്ടത്. ചെറിയ റാലികൾ വിപണിയിൽ സംഭവിക്കുന്നുണ്ട്, അതേപോലെ ചെറിയ കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വരാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകനമാണ്. ജൂൺ 2-നാണ് വായ്പാ നയ അവലോകനം വരുന്നത്. 0.5% പലിശ കുറച്ചേക്കുമെന്നൊരു പൊതുപ്രതീക്ഷ വിപണിക്കുണ്ട്. ഒരുപക്ഷെ അതിന് മുകളിൽ നിരക്ക് കുറവ് ഉണ്ടായാൽ വലിയ മുന്നേറ്റം വിപണിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരും ധാരാളം. ഏറ്റവും പ്രധാനമായും വിപണി ഇനി വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നതും RBIയുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ തീരുമാനമാണ്. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം. പതുപോലെ എഡ്യൂക്കേറ്റീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ഇത്തരത്തിലൊരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ നടക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RBIയുടെ ഒരു റേറ്റ് കട്ട്, അതിലാണ് പ്രതീക്ഷ. മാർക്കറ്റ് ഒരു അഭിലാഷ് പറഞ്ഞല്ലോ 25 ബേസിസ് പോയിന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. അത് എനിക്ക് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. ഇപ്പോഴത്തെ ഒരു റിലീഫ് റാലിയുടെ പ്രധാന റീസൺ പോലും RBI റേറ്റ് കട്ട് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള റാലി തന്നെയാണ്. FIs ആക്റ്റീവ് അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ. ഒരു 25 ബേസിസ് പോയിന്റ് ആണെങ്കിൽ വലിയ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട മാർക്കറ്റിൽ. അതേസമയത്ത് ഒരു 50 ബേസിസ് പോയിന്റ് കട്ട് വരികയാണെങ്കിൽ എഗൈൻ മാർക്കറ്റ് ചിലപ്പോൾ 8,600 ബ്രേക്ക് ചെയ്ത് 8,800 പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് മൊമെന്റം മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് തന്നെയാണ്. അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ RBIയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു റാലി, ഒരു ചെറിയ റിലീഫ് റാലി കിട്ടണമെങ്കിൽ അതിനുള്ള സാഹചര്യമുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ടെക്നിക്കൽ മൂവ്മെന്റ് 8,550 to 8,600 വരെ അപ്പർ സൈഡ് മൂവ് ചെയ്യാം. 8,200 to 8,300 എന്ന് പറയുന്ന മൂവിംഗ് റേഞ്ചിൽ ഇപ്പോൾ എക്സ്പയറി നെക്സ്റ്റ് വീക്കോട് കൂടി വരുമ്പോൾ എക്സ്പയറിക്ക് മുമ്പ് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അപ്പോൾ പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഏണിങ്സ് മോശമായി, ആ ഏണിംഗ് ഗ്രോത്ത് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾക്കൊരു റിയൽ ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് കടക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ Q3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Q4 കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ദെൻ Q1 Q2 കൂടി വലിയൊരു ചേഞ്ച് സംഭവിക്കാം. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ RBIയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നും RBI റേറ്റ് കട്ട് കൊണ്ടുവരിക, ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവ് RBIയുടെ ഭാഗത്തുനിന്ന് വരിക, അതുപോലെ തന്നെ പോളിസി ഡിസിഷൻസ് ഗവൺമെന്റ് എഫക്റ്റീവായി നടപ്പിലാക്കുക. ഇത് രണ്ടും സംഭവിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഏണിങ്സിൽ ചെറിയ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് FIസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും FI ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഫോളിന് പോലും റീസൺ FIs ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലാതെ തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിലെങ്കിലും ബൈയിങ് സൈഡിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പോസിറ്റീവ്. അപ്പോൾ FIസിനെ അട്രാക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പോളിസി ഡിസിഷൻസ് ഫാസ്റ്റായി കൊണ്ടുപോവുക, ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിലേക്ക് ഗവൺമെന്റ് മാറുക. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് RBIയും ഗവൺമെന്റും എഫക്റ്റീവായി പോളിസി ഡിസിഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ FIസിന്റെ ഒരു ഫ്ലോ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഓവർ എ പീരീഡ് ഓഫ് ഒരു 6 months മാർക്കറ്റിൽ റിയൽ ആയിട്ടുള്ള ഒരു റാലിക്കുള്ളൊരു സാധ്യതയുണ്ട്. ഒരു നാരോ റേഞ്ച് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് 8,000 നേരത്തെ പറഞ്ഞ 8,000 ക്യാപ്പ് ചെയ്യാം. അപ്പർ സൈഡ് 8,800 എന്ന് പറയുന്ന ലെവലിൽ ഒരു നോർമൽ മാർക്കറ്റ് മൂവ്മെന്റ് ഈ രീതിയിൽ പോകാൻ അടുത്തൊരു 3 to 6 months ആ ലെവലിൽ പോകാനാണ് സാധ്യത. Q1 റിസൾട്ട് വളരെ ബെറ്ററായി വരികയാണെങ്കിൽ 8,800 ബ്രേക്ക് ചെയ്ത് 9,000 ലെവലിലേക്ക് പോകാം. അതേസമയത്ത് വീണ്ടും സിറ്റുവേഷൻ മോശമാവുകയാണെങ്കിൽ, ഗ്ലോബൽ സിറ്റുവേഷനൊക്കെ മോശമാവുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് 7,750 ലെവൽ വരെ നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഈ 8,000 ലെവൽ ബ്രേക്ക് ചെയ്യും തോറും വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷനിലേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് 2 weeks ബാക്ക് തന്നെ 8,000 ലെവലിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തപ്പോൾ എല്ലാ സ്റ്റോക്കുകളും വളരെ ഫെയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ വാല്യൂ ബൈയിങ് ലെവൽ വരുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷനും ആ സ്റ്റോക്കിൽ ബൈയിങ് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, റിലീഫ് റാലി വരുമ്പോൾ സ്റ്റോക്കുകളിലൊക്കെ തന്നെ എനിക്കൊന്നൊരു 15% അടുത്ത് റിട്ടേൺ ഫ്രണ്ട് റൺ സ്റ്റോക്കിലൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് പല സെക്ടറിലും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ഓരോ പാഠങ്ങളാണ് ഓരോ കറക്ഷനും. വളരെ ഷാർപ്പായുള്ള കറക്ഷൻ വരുമ്പോൾ നമ്മൾ ഒരു ഡിസ്കഷനിൽ വന്നു, 2 weeks ബാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു, ബുൾ റൈഡ് ഈസ് ഓവർ എന്നൊരു ഡിസ്കഷൻ വന്നു. അന്നാണ് 8,000 ലെവലിലേക്ക് മാർക്കറ്റ് പോയപ്പോൾ എല്ലാ അനലിസ്റ്റുകളും വീണ്ടും ഷാർപ്പായുള്ള ഫോളിനെ കുറിച്ചും ഡൗൺ സൈഡ് ടാർഗറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഫിയർ വരും. ഈ ഫിയറിൽ അവർ നല്ല സ്റ്റോക്ക് വാല്യൂ ബൈയിങ് ലെവൽ വരുമ്പോൾ അവർ മാറി നിൽക്കുകയാണ്, കുറച്ചും കൂടെ താഴേക്ക് വരട്ടെ എന്നുള്ളത്. അപ്പോൾ അത് ഓരോ മാർക്കറ്റിന്റെ ഷാർപ്പായുള്ള കറക്ഷനും ഇൻവെസ്റ്റേഴ്സിനുള്ള മെസ്സേജ് തന്നെയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കറക്ഷൻ 8,000 ലെവൽ വന്നതിന് ശേഷമാണ്
ഷാർപ്പായിട്ടുള്ള റിക്കവറി. ഇത്തവണ പലരും പ്രതീക്ഷിച്ചു 8,000 താഴെ പോകും, ആ സമയത്ത് വരെ വാങ്ങാമെന്ന് കാത്തിരിക്കാം. കാരണം എല്ലാം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വാല്യൂ ബൈങ് ലെവലിലേക്ക് പ്രൈസ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നിൽക്കുക എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇപ്പോഴത്തെ റൈഡ് എന്ന് പറയുന്നത് 8,550-600 വരെ പോകുമ്പോൾ മാർക്കറ്റിന് വളരെയധികം സ്ട്രെങ്ത് ഫീൽ ചെയ്യും. കാരണം അതൊരു കറക്ഷൻ പോയിന്റ് ആയിരിക്കാം. ദെൻ 8,600 മാർക്കറ്റിന് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഇടപെടൽ, മീൻസ് 50 ബേസിസ് പോയിന്റ് കട്ട് വരികയാണെങ്കിൽ മാത്രമേ 8,600 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അത് തന്നെ സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഗവൺമെന്റ് പല ബില്ലുകളും പാസ്സാകാനിരിക്കുന്നു, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പിക്കാം, ഓരോ ക്വാർട്ടർ Q3 Q4 കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആണ് കുറച്ചുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ Q1 കൂടി. കാരണം ഇപ്പോഴും ഗവൺമെന്റ് എടുത്ത ഡിസിഷൻസ് ഒന്നും പ്രാക്ടിക്കലായിട്ട് എക്കണോമിയിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ റിസൾട്ടിലൊക്കെ കാണുന്നത്. അടുത്തൊരു 2 ക്വാർട്ടറോട് കൂടി തന്നെ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സും റിസർവ് ബാങ്ക് ആക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകണം. പല കമ്പനികളുടെയും ബേർഡൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവലിൽ നിൽക്കുന്നതാണ്. അതൊരു വലിയ ബേർഡൻ തന്നെയാണ് കമ്പനികളെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ RBI വ്യക്തമായിട്ടുള്ള നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രം റിയൽ ഗ്രോത്തിലേക്ക് ഇന്ത്യ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ റിയൽ ഗ്രോത്തിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് ഫണ്ട് വരും. അത് ഫോറിൻ ഫണ്ട് വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യം, ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് അഭിലാഷ് 10 to മാക്സിമം 15% പോസിബിലിറ്റി പോലും വളരെ കുറവാണ്. ഇപ്പോൾ ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. നമ്മളെപ്പോഴും പറയുന്ന അപ്പർ സൈഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഓരോ കറക്ഷനിലും നല്ല സ്റ്റോക്കുകൾ സ്വന്തമാക്കാനും റിലീഫ് റാലിയിൽ എക്സിറ്റ് മാറാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 8,400 അല്ലെങ്കിൽ 500 ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ 600 ലെവൽ വരെ പോകാം. ഡൗൺ സൈഡ് 8,200-300 എന്ന് ഒരു ബൈങ് റേഞ്ച് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇതിലക്കം നിരവധി കത്തുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക ലഭിച്ച കത്തുകൾ പോകാം. ശ്രീ സജ്ജികുമാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അദ്ദേഹം 11,000 സ്റ്റോക്ക് GMR ഇൻഫ്രയുടെ മാത്രം വാങ്ങി. സ്റ്റോക്കിൽ നമുക്കറിയാം ചെറിയൊരു പ്രശ്നം ആ കമ്പനി നേരിടുന്നു. സ്റ്റോക്ക് താഴോട്ട് പോയി. അദ്ദേഹം പല ഘട്ടത്തിൽ അവറേജ് ചെയ്തു. പക്ഷേ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണമോ അതിൽ നിന്ന് മാറണമോ എന്നാണ് അദ്ദേഹം പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ GMR ഇൻഫ്ര എന്നത് മാറേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ ഏറ്റവും ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. റീസ്ട്രക്ചറിങ് വരും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് ബേർഡൻ, അങ്ങനെ പല ഇപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് കുറവ്, ഇതൊക്കെയാണ് ഈ കമ്പനി ഫേസ് ചെയ്യുന്ന പ്രശ്നമെന്ന് പറയുന്നത്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്, വാല്യൂഷൻ വളരെ ഫെയർ വാല്യൂവിലാണ്. പക്ഷേ കുറച്ചുകൂടെ കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിക്കാം. കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഇദ്ദേഹം ഈ സ്റ്റോക്ക് ബൈ ചെയ്യുക. ഒരു റിസ്ക് തന്നെയാണ്, GMRനെ സംബന്ധിച്ച് റിസ്ക് തന്നെയാണ്. പക്ഷേ റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് 13 ഒരു സപ്പോർട്ട് ലെവലാണ്. ദെൻ 1050 പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് ഇൻഫ്രയിലൊക്കെ വന്നെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം ഈവൻ കറണ്ട് ലെവൽ പോലും അദ്ദേഹത്തിന് ഒരു ബൈ ആവറേജ് ചെയ്യാവുന്നതാണ്. അതല്ലേ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. മാർക്കറ്റ് എന്ത് തന്നെയാണെങ്കിലും അടുത്തൊരു 3 മന്ത്സിനുള്ളിൽ ഒരു ഡൗൺ കൂടി വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ഡൗൺ കൂടി ബ്രേക്ക് 8,000 ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ. അതേസമയത്ത് റിസർവ് ബാങ്കും ഗവൺമെൻറ്റും പല പോളിസികളും വളരെ ഫാസ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും 8,000 മാർക്ക് വരാനുള്ള സാധ്യത പോലും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ പേഷ്യൻസ് കാണിക്കുക. എഗെയിൻ ഈ സ്റ്റോക്ക് 13 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നിൽക്കുക. 19 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കിലൊക്കെ തന്നെ റീസെന്റ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടതാണ് വളരെ ഷാർപ്പായുള്ള റൈഡ്. ഇൻഫ്രയിൽ ഒരു റൈഡ് വന്നപ്പോൾ ഈ സ്റ്റോക്കിലും വളരെ ഷാർപ്പായുള്ള റൈഡ് കണ്ടതാണ്. അപ്പോൾ GMR ഇൻഫ്ര ഇദ്ദേഹം ഈ സ്റ്റേ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ അടുത്ത കറക്ഷനോടുകൂടി വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ B ജയൻ, സൗദി അറേബ്യയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൽ. ആക്സിസ് ബാങ്ക്, L&T ഫിനാൻസ് ആൻഡ് യെസ് ബാങ്ക്, ഈ 4 സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിന് കൈവശമുള്ളത്. ബൈങ് റേഞ്ച് വളരെ ലോവർ ബൈങ് ലെവലാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ആക്സിസ് ബാങ്ക് അടുത്ത ഒരു റൈഡ് 620 ലെവലിലേക്ക് ആക്സിസ് ബാങ്ക് വരികയാണെങ്കിൽ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തൽക്കാലം മാറുക, ദെൻ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. 545 ആൻഡ് 505 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 2 എപ്പിസോഡ് മുമ്പാണ് നമ്മൾ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്ത 500 ലെവലിൽ. ആ ലെവൽ വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഷാർപ്പായുള്ള റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചത്. എഗെയിൻ 540 ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ 45,
ആ ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് ലോങ് ടേം വ്യൂവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് തന്നെയാണ്. എല്ലാ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ശ്രദ്ധിക്കുമ്പോൾ 545 വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എഗൈൻ ഒരു ഫോൾ നമുക്ക് കാണാം. എഗൈൻ 505 ലെവലിലേക്ക് വരുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇദ്ദേഹം 620 ലെവൽ വരുമ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ L&T ആണ് 1550 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. അതൊരു ബൈയിങ് ലെവൽ തന്നെയാണ്. ദെൻ 1400 എന്ന് പറയുന്ന ലെവൽ നിഫ്റ്റി 8000 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ഒരു ലെവലിലേക്ക് L&T പോകാനുള്ളൊരു സാധ്യതയുണ്ട്. 1800 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് 1800. ലാസ്റ്റ് റൈഡിൽ പോലും 1800 വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത്. അപ്പോൾ അഗൈൻ ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആ ഒരു ലെവലിൽ അഡ്വൈസബിൾ ആണ്. ദെൻ L&T ഫൈനാൻസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകാത്തൊരു കമ്പനിയാണ്. ഇപ്പോഴും ഹോൾഡ് ചെയ്യുക. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. 60 and 52 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 77 ആണ് സ്റ്റോക്കിലെ ഒരു റെസിസ്റ്റൻസ്. ദെൻ യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്ക് 820 and 780 രണ്ട് സപ്പോർട്ട് ലെവലാണ്. യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. അഗൈൻ കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 940 ലെവൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു 50 ബേസിസ് പോയിന്റ് കട്ട് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ്, അതല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു അപ്പ് മൂവ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വരികയാണെങ്കിൽ അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുന്നതായിരിക്കും. കാരണം എഗെയിൻ ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ലത്. അത് ഷോർട്ട് ടൈം ട്രേഡറെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ലോങ് ടൈം ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ 2 to 3 years ടൈം ഫ്രെയിമിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഇൻട്രാഡേ മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ വീക്ക്ലി മൂവ്മെൻറ്റ്സ് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സ്റ്റോക്കും ആക്സിസ് ആണെങ്കിലും യെസ് ബാങ്ക് ആണെങ്കിലും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഓരോ ഇയറും പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ അരുണിൻ്റെ കത്താണ്. അദ്ദേഹം 1-2 വർഷത്തേക്ക് SIP മാതൃകയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ചില സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നു. M&M, ടാറ്റ മോട്ടോഴ്സ്, ഫോഴ്സ് മോട്ടോഴ്സ്, ബജാജ് തുടങ്ങിയ ഓട്ടോ സെക്ടറിൽ നിന്നും, ബാങ്ക് സെക്ടറിൽ നിന്നും ആക്സിസ് ബാങ്ക്, HDFC, യെസ് ബാങ്ക്, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, IT മേഖലയിൽ നിന്നും വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളും അദ്ദേഹം അഭിപ്രായം ചോദിച്ചിരിക്കുന്നു. അഭിലാഷ്, സെക്ടർ ഇതിപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ സെക്ടർ അദ്ദേഹം പരിഗണിച്ചിരിക്കുന്ന മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ഫോഴ്സ് മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഹീറോ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫ്രണ്ട് റൺ വളരെ നല്ല സ്റ്റോക്കുകളാണ്. ഇതിൽ നിന്ന് ഒരു ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ 2 സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് മഹീന്ദ്ര വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. വാല്യുവേഷൻ ഫെയർ ആണ്. അതുപോലെ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 500 ലെവലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. വാല്യുവേഷൻ ഒരു പ്രോസ്പെക്റ്റീവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫെയർ വാല്യൂവിലാണ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു എന്നുള്ള റിസ്ക് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ദെൻ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്, ഇതെല്ലാം തന്നെ ഫണ്ടമെൻ്റലി സൗണ്ട്. അപ്പോൾ ഈ 2 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. M&M 1200, 1140 ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1350 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് 500, 480 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 550 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഫോഴ്സ് മോട്ടോഴ്സ് 1150, 1300 രണ്ട് ലെവൽ ബൈയിങ് ലെവലായിട്ട് പരിഗണിക്കാം. 1800 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹം പരിഗണിച്ചിരിക്കുന്നത് ബാങ്കിങ് സെക്ടറിൽ HDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, കാനറ ബാങ്ക്. HDFC ബാങ്ക് വളരെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. എഗൈൻ 980, 920 ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക. 1100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 820 and 760 രണ്ട് സപ്പോർട്ട് ലെവൽ. 980 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 980 വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ കാനറ ബാങ്കിനെ സംബന്ധിച്ചും നെക്സ്റ്റ് വീക്ക് റിസൾട്ടിനനുസരിച്ച് സ്റ്റോക്കിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. 340, 310 റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. 420 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PNB, ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോങ് ടേം ബെറ്റാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. ഈ ക്വാർട്ടർ റിസൾട്ടും ബെറ്റർ ആകാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ
ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 270 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ള കറക്ഷൻ വരികയാണെങ്കിൽ 240 ലെവൽ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുമ്പോൾ 2 ലെവലായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 310 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ് 310. ഒരു ബെറ്റർ റിസൾട്ട് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായുള്ളൊരു മൂവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അഗൈൻ 270 240 ലെവലിലേക്ക് പോകാം. അതൊരു ബൈങ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. കാരണം ബാങ്കിങ് സെക്ടർ ഇല്ലാതെ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു ബാങ്കിങ് സ്റ്റോക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ PNB 140 ലെവൽ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ദെൻ ടെക് മഹീന്ദ്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 600 and 540 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഭുവനേന്ദ്രൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു RBIയുടെ ക്രെഡിറ്റ് പോളിസിയുടെ ഒരു പ്രതീക്ഷയിലാണ് വിപണി. ഒപ്പം തന്നെ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ വരും ദിവസങ്ങളിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് US-ന്റെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഇൻഫ്ലുവൻസ് ചെയ്യാം, US-ന്റെ GDP, അത് രണ്ടും, പിന്നെ ജപ്പാനിൽ നിന്ന് വരുന്ന ഡാറ്റ, ഇതൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ദെൻ നെക്സ്റ്റ് വീക്ക് മേജറായിട്ടുള്ള റിസൾട്ടുകളുണ്ട്. ഒന്ന് ടാറ്റ മോട്ടോഴ്സ് വരുന്നുണ്ട്, BPCL റിസൾട്ട്, ടെക് മഹീന്ദ്ര റിസൾട്ട്, കാനറ ബാങ്ക്, ONGC, അങ്ങനെ റിസൾട്ടുകൾ സ്വാഭാവികമായിട്ടും മേജറായിട്ടുള്ള കുറേയധികം റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഇത് മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാം. പ്രത്യേകിച്ചും ആ സ്റ്റോക്കിലെങ്കിലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജനറലി ഒരു Q4 വളരെ മോശം Q4 ആണ് പ്രതീക്ഷ. പക്ഷേ അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ടുകളും ബെറ്റർ ആകുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ ഒരു അപ്സൈഡ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മാർക്കറ്റിൻ്റെ പ്രതീക്ഷ റേറ്റ് കട്ടിൽ തന്നെയാണ്, RBIയുടെ റേറ്റ് കട്ട് തന്നെയാണ്. നെക്സ്റ്റ് വീക്കോടുകൂടി എക്സ്പയറിയോടുകൂടി മാർക്കറ്റിൽ ഒരു മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊരു 8500 600 ലെവലിൽ ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് വരികയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.